2023 ആദ്യമായി മലബാറിലേക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. CBLന്റെ 5ാമത്തെ സീസണാണ്. പൊതുവെ കേരളത്തെ കുറിച്ച് ലോകം പല നിലയിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വള്ളംകളി. കേരളത്തിന്റെ വള്ളംകളി ലോകപ്രസിദ്ധമാണ്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സഞ്ചാരികളെ കൂടുതൽ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി സംഘടിപ്പിക്കുവാൻ ടൂറിസം വകുപ്പ് നേരത്തെ നിശ്ചയിച്ചത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ആരംഭിച്ചതിന് ശേഷം കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ ലോകമറിയുന്ന സ്ഥിതി ഉണ്ടായി. ഇന്റർനാഷണൽ മാഗസിനുകൾ ഉൾപ്പെടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയെ കുറിച്ച് പ്രത്യേക വാർത്തകളും മറ്റും വരികയുമുണ്ടായി. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ചൊരു പൊതു പഠനം നടത്തിയപ്പോൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ ആഭ്യന്തര സഞ്ചാരികളിൽ 6% മാത്രമാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെ മലബാറിലേക്ക് വരുന്നത് എന്നുള്ള കണക്കാണ് പൊതുവെ കാണാൻ സാധിച്ചത്. അതിമനോഹരമായ സ്ഥലങ്ങൾ അടങ്ങിയ ഈ 7 ജില്ലകളിലേക്കും കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ടൂറിസത്തിന്റെ ആകെ വികാസത്തിന് അവിഭാജ്യ ഘടകമാണ് എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ സർക്കാരിനുണ്ടായത്. എന്തുകൊണ്ട് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിപ്പെടുന്നില്ല? ഇതിലൊരു പഠനം നടത്തിയപ്പോൾ 2 പ്രധാന പ്രശ്നങ്ങളാണ് കണ്ടത്. ഒന്ന് ആക്സസിബിലിറ്റിയും, 2 ഹോസ്പിറ്റാലിറ്റിയും. പെട്ടെന്ന് എത്തിപ്പെടുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അതിന്റെ ഭാഗമായി ഇപ്പോ ദേശീയപാത വികസനം നടക്കില്ലെന്ന് കരുതിയ പദ്ധതി യാഥാർത്ഥ്യമായി. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേകൾ, പാലങ്ങൾ, റോഡുകൾ ഇവയൊക്കെ തന്നെ ഒരു മാജിക് പോലെ 2016 മുതൽ കേരളത്തിൽ പശ്ചാത്തല വികസന മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ 7 ജില്ലകളിൽ വലിയ മാറ്റമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റാലിറ്റി എന്നുള്ള പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കൂടുതൽ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ, ഒന്ന് വിദേശ സഞ്ചാരികൾക്കുൾപ്പെടെ താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചതാര ഹോട്ടലുകൾ ഉൾപ്പെടെ ഒരുക്കുന്നതിനൊരു ഫെസിലിറ്റേറ്ററായി സംസ്ഥാന ഗവൺമെന്റ് നിന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ, ഒരു പഞ്ചായത്തിൽ മാത്രം 3 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് പൊതുവെ ആളുകൾ തിരിച്ചറിഞ്ഞത്. ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലുകൾ, സർക്കാരിന്റെ സ്ഥലമാണ്. BRDC ആണ് ഇതിന്റെ ഫെസിലിറ്റേറ്ററായി നിന്നത്. ഒരു ഭാഗത്ത് പഞ്ചതാര ഹോട്ടലുകളാണെങ്കിൽ ജനങ്ങൾക്കാകെ അഫോർഡബിൾ ആയിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ ഹോം സ്റ്റേകൾക്ക് പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ 153 റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് മലബാറിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞു. ഇത് രണ്ടും യാഥാർത്ഥ്യമായി. ഇതോടൊപ്പം ഫെസ്റ്റുകൾ, പരിപാടികൾ മലബാറിലെ 7 ജില്ലകളിലും കൂടുതൽ കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുണ്ടായത്. ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി ആദ്യമായി 2023 ഈ അഞ്ചരക്കണ്ടി പുഴയിൽ CBL സംഘടിപ്പിച്ചു. 2024 ചൂരൽമല ദുരന്തം കാരണം നമുക്ക് സംഘടിപ്പിക്കാനായില്ല. 2023 തുടക്കം തന്നെ CBLന് അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ് ഇവിടെ കണ്ടത്.
എന്നാൽ 2025 CBLന്റെ പ്രത്യേകത 2023 ഇരട്ടിയിലധികം ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2026 CBLന്റെ വേദിയായി ഈ അഞ്ചരിക്കണ്ട് പുഴ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടൂറിസത്തെ കേരളത്തിലാകെ വികസിപ്പിക്കാൻ ഇതുപോലുള്ള പരിപാടികൾ എല്ലായിടത്തും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.